ഓരോ ഭാരതീയ കത്തോലിക്ക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മധുരം സമ്മാനിക്കുന്ന ദിനം ഓഗസ്റ്റ് 15. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനവും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ദിനവും. വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 1 ഇങ്ങനെ പറയുന്നു: സ്വർഗത്തിൽ വലിയൊരടയാളം കാണപ്പെട്ടു, സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. 1950 നവംബർ മാസം 1-ാം തീയതി പരിശുദ്ധ 12-ാം പിയൂസ് മാർപ്പാപ്പ ഔദ്യോഗികമായി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. പ്രിയരെ, പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിൽ അമ്മയുടെ സ്വർഗാരോപിത അനുഭവത്തിൻ്റെ മുൻ ആസ്വാദനം നമുക്ക് വായിച്ചെടുക്കുവാനാകും. അമ്മ പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ആത്മാവിൻ്റെ സ്വഭാവമാണ് അമ്മ പറയുന്നത്. ഓരോ അണുകോശങ്ങളിലുമുള്ള ദൈവിക ആനന്ദം തിരിച്ചറിയുന്നവൾ മാതാവ്. ദൈവത്തിന് ആരാധനയും പരിശുദ്ധ അമ്മയ്ക്ക് പ്രകീർത്തിയുമാണ് വചനം പറയുന്നത്. വചനങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ഉത്തരമേ അതിനുള്ളൂ: സ്വർഗത്തിൽ നിന്ന് ദൈവം ഭൂമിക്ക് നൽകിയവളെ ദൈവം ഭൂമിയിൽ നിന്ന് തിരികെ സ്വർഗത്തിലേക്ക് അതുപോലെ തിരികെ എടുത്ത് പുനഃസ്ഥാപിച്ചു. ഇതാണ് ഈ തിരുനാളിൻ്റെ കാമ്പ്. ഇന്ന് സ്വാതന്ത്ര്യദിനം ഭാരതം കൊണ്ടാടുമ്പോൾ പരിശുദ്ധ അമ്മയിലൂടെ നമ്മുടെ രാജ്യം സ്വർഗീയ സന്തോഷത്തിലേക്ക്, ഉന്നതങ്ങളിലേക്ക് ഓരോ ഭാരതീയരെയും എത്തുവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനേക്കാളുപരി പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, അത് നേടുവാനുള്ള പ്രാർത്ഥനകളാകട്ടെ ഇന്ന് ഈ ദിനത്തിൽ. എല്ലാവർക്കും സ്വാതന്ത്ര്യദിനത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ ദിനത്തിൻ്റെയും ആശംസകൾ നേരുന്നു. സസ്നേഹം, സവിനയം. ഐ. ജോൺ എബനിസർ.